ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വായു രാജാവായ കൊതുറയുടെ കഥയാണ്. പണ്ട് നാടോടി താവളത്തിൽ ഒരു വൃദ്ധൻ തൻ്റെ 3 പെൺമക്കളോടൊപ്പം താമസിച്ചിരുന്നു. നാടോടികൾ എന്ന് പറഞ്ഞാൽ ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ യാത്ര ചെയ്യുന്നവരാണ്. അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും പറ്റിയ സ്ഥലം കണ്ടാൽ അവിടെ കൂടാരം അടിച്ച് താമസിക്കും. കുറേ കാലം അവിടെ തങ്ങിയതിന് ശേഷം വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഇവരൊറ്റയ്ക്കായിരുന്നില്ല, ഇവർ വലിയൊരു കൂട്ടമായിട്ട് കുറേ ആൾക്കാരായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഇവർ യാത്ര ചെയ്ത് ഒരു മൈതാന പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ അവർ കൂടാരം അടിച്ച് താമസമായി. പക്ഷേ അതൊരു വല്ലാത്ത കാലമായിരുന്നു. വല്ലാത്ത മഞ്ഞ് വീണുകൊണ്ടിരുന്നു. ഈ വൃദ്ധനും മക്കളുമാണെങ്കിൽ വളരെ ദരിദ്രരായിരുന്നു. അതുകൊണ്ട് തന്നെ തോലുകൊണ്ടുണ്ടാക്കി അവരുടെ കൂടാരം കീറിപ്പറിഞ്ഞും ദ്വാരം വീണും ഒക്കെ ഇരുന്നു. ഇവർക്ക് ധരിക്കാൻ വേണ്ടത്ര കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതുമില്ല. തണുപ്പ് വല്ലാതെ കഠിനമായി. വൃദ്ധൻ തൻ്റെ 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് നിലത്ത് തീ കൂട്ടി അതിന് ചുറ്റുമായിട്ട് കൂനിക്കൂടിയിരിക്കും. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവർ തീ അണച്ചിട്ട് ആ തീക്ക് ചുറ്റും രാവിലെ വരെ തണുത്ത് വിറച്ച് കിടക്കും. ശൈത്യകാലത്തിൻ്റെ കാഠിന്യം കൂടി വന്നതല്ലാതെ കുറഞ്ഞതേയില്ല. ഒരു ദിവസം ഭയങ്കരമായിട്ട് ഹിമക്കാറ്റടിക്കാൻ തുടങ്ങി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. കാറ്റ് നിലയ്ക്കുന്നില്ല. കൂടാരങ്ങൾ കാറ്റിൽ പറന്നു പോകും എന്നവർക്ക് പേടി തോന്നി. അവരുടെ അയൽപ്പക്കക്കാരൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. ആർക്കും പുറത്തിറങ്ങാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. തണുത്ത് വിറച്ച് വിശന്ന് ദാഹിച്ച് അവരാ കൂടാരങ്ങളിൽ തന്നെ കഴിഞ്ഞു. വൃദ്ധൻ്റെയും മക്കളുടെയും സ്ഥിതി അതിദയനീയമായിരുന്നു. മറ്റുള്ള കൂടാരങ്ങളിലുള്ള ഭക്ഷണം പോലും അവരുടെ കൂടാരത്തിൽ ഉണ്ടായിരുന്നില്ല. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പൽ കേട്ടുകൊണ്ട് അവർ ആ കൂടാരത്തിൽ അങ്ങനെ ഇരുന്നു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, വായു രാജാവായ കൊതുറ കോപിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കാറ്റ് നിർത്താതെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ അയച്ചു കൊടുക്കണം. ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പെൺമക്കളുടെ നേരെ തിരിഞ്ഞു. മക്കളെ, നിങ്ങളുടെ ഒരാൾ വായു രാജാവായ കൊതുറയുടെ അടുത്ത് പോകണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാവണം. അദ്ദേഹത്തിൻ്റെ ദേഷ്യം ശമിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾ മുഴുവൻ നശിക്കും. നിങ്ങളുടെ ഒരാൾ പോയി അദ്ദേഹത്തോട് കൊടുങ്കാറ്റ് നിർത്താൻ ഒന്ന് യാചിക്കുമോ? മക്കൾ 3 പേരും പരസ്പരം നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ വൃദ്ധൻ തൻ്റെ മൂത്ത മകളോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, മോളെ, നീയല്ലേ മൂത്ത ആൾ, നീ പോ. അവൾ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകുമച്ചാ? എനിക്ക് വഴി അറിഞ്ഞുകൂടാ. അച്ഛൻ പറഞ്ഞു, ഞാൻ നമ്മുടെ കൂടാരത്തിലിരിക്കുന്ന ചെറിയൊരു തെന്നു വണ്ടിയുണ്ടല്ലോ, ഒരു സ്ലെഡ്ജ്, അത് നിനക്ക് തരാം. നീ അത് കാറ്റിനെതിരെ നിർത്തിയിട്ടൊരു തള്ളു കൊടുക്കണം. അപ്പോൾ അത് മുന്നോട്ട് പോകും. നീ അതിൻ്റെ പുറകെ പോകണം. പോകുമ്പോൾ ചിലപ്പോൾ കാറ്റടിച്ച് നിൻ്റെ കോട്ടിൻ്റെ ചരട് അഴിഞ്ഞു പോകും. പക്ഷെ നീ അത് കെട്ടാൻ നിൽക്കരുത്. നിൻ്റെ ചെരുപ്പിനകത്ത് മഞ്ഞ് കയറിയെന്നിരിക്കും. പക്ഷെ നീ അത് കുടഞ്ഞു കളയാൻ നിൽക്കരുത്. വലിയൊരു മലയിലെത്തുന്നത് വരെ നീ ഒരിടത്ത് പോലും നിൽക്കരുത്. പതുക്കെ ആ മല കയറണം. അതിൻ്റെ മുകളിൽ ചെന്ന ശേഷം മാത്രമേ നീ നിൻ്റെ ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയാനോ കോട്ടിൻ്റെ ചരട് കെട്ടാനോ നിൽക്കാവൂ. നീ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൊച്ചു കിളി പറന്നു വന്ന് നിൻ്റെ തോളിലിരിക്കും. നീ അതിനെ ആട്ടി ഓടിക്കരുത്. അതിനോട് ദയാപൂർവം പെരുമാറുകയും അതിനെ മെല്ലെ തലോടിക്കുകയും ചെയ്യണം. പിന്നീട് നിൻ്റെ മുന്നേ പോയ ആ തെന്നു വണ്ടിയിൽ കയറി ആ മലയിൽ നിന്ന് താഴോട്ടിറങ്ങണം. വണ്ടി നിൽക്കുന്നത് കൊതുറയുടെ കൂടാരത്തിൻ്റെ വാതിൽക്കലായിരിക്കും. കൂടാരത്തിൽ കയറുക, പക്ഷേ യാതൊന്നും തൊടരുത്. കൊതുറ വരുന്നത് വരെ അവിടെ കാത്തിരിക്കണം. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം നിന്നോട് എന്ത് ആജ്ഞാപിക്കുന്നോ അതുപോലെ ചെയ്യണം. മൂത്ത മകൾ ഉണ്ടായിരുന്നതിൽ നല്ല രോമവസ്ത്രം എടുത്തണിഞ്ഞു. അച്ഛൻ കൊടുത്ത തെന്നുവണ്ടി കാറ്റിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ളു കൊടുത്തു. ഉടനെ അത് തെന്നി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. കുറച്ചു ദൂരം അവൾ മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ശക്തമായ കാറ്റിൽ അവളുടെ കോട്ടിൻ്റെ ചരട് അഴിയുകയും ചെരുപ്പിനകത്ത് മഞ്ഞ് കയറുകയും ചെയ്തു. അവൾക്ക് വല്ലാതെ തണുത്തുറഞ്ഞ് മരിച്ചു പോകും എന്നവൾക്ക് തോന്നി. അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ അവൾ കോട്ടിൻ്റെ ചരട് കെട്ടുകയും ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവൾ വീണ്ടും കാറ്റിനെതിരെ നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ ഉയരം കൂടിയൊരു മല കണ്ടു. അവൾ അതിൽ കയറി മുകളിലെത്തി. അപ്പോൾ ഒരു കൊച്ചു കിളി പറന്നു വന്ന് അവളുടെ തോളത്തിരിക്കാൻ ഭാവിച്ചു. പക്ഷേ ശക്തമായ കാറ്റിനെതിരെ തണുപ്പത്ത് ഇത്ര ദൂരം നടന്നു വന്ന അവൾ വല്ലാതെ ക്ഷീണിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ കിളിയോട് ദേഷ്യം വന്നു. അവൾ അതിനെ ആട്ടി ഓടിച്ചു. കുറച്ചു നേരം അവളുടെ തലയ്ക്ക് മീതെ വട്ടം ചുറ്റി പറന്ന ശേഷം അത് പറന്നുപോയി. മൂത്ത മകൾ തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരുവിലൂടെ താഴോട്ടിറങ്ങി. വണ്ടി വലിയൊരു കൂടാരത്തിന് മുൻപിൽ വന്ന് നിന്നു.
അവൾ അതിനകത്ത് കയറി നോക്കി. പൊരിച്ച മാംസത്തിൻ്റെ ഒരു വലിയ തുണ്ടാണ് അവളുടെ കണ്ണിൽ ആദ്യം പെട്ടത്. അവൾ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിരുന്നു. വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നതിനാൽ അവൾ അവിടെ ഉണ്ടായിരുന്ന തീയുടെ അടുത്ത് പോയിരുന്ന തീ കാഞ്ഞുകൊണ്ട് ഒരു കഷ്ണം മാംസം അടർത്തിയെടുത്ത് തിന്നാൻ തുടങ്ങി. തിന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോ കൂടാരത്തിലേക്ക് വരുന്ന ശബ്ദം കേട്ടു. വാതുക്കലുള്ള തോൽ മറ ഉയർത്തിയ ഒരു യുവ ഭീമൻ അകത്ത് കടന്നു. അത് വായുവിൻ്റെ രാജാവായ കൊതുറയായിരുന്നു. അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ ആരാ? എവിടുന്ന് വരുന്നു? എന്തിനു വന്നു? അവൾ പറഞ്ഞു, എന്നെ എൻ്റെ അച്ഛൻ അയച്ചതാണ്. കൊതുറ ചോദിച്ചു, എന്തിനാ നിൻ്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? അവൾ പറഞ്ഞു, അങ്ങ് എന്നെ അങ്ങയുടെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. എന്നിട്ട് ഈ കാറ്റൊന്ന് നിർത്തിത്തരണം. ഈ കാറ്റ് കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ കുതിര പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ എൻ്റെ ഭാര്യയാകാൻ യോഗ്യയാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, ഞാൻ കൊണ്ടുവന്ന ഈ മാംസം നീ ഒന്ന് പാചകം ചെയ്യൂ. അവൾ കുതിര കൊണ്ടുവന്ന മാംസം അടുപ്പത്ത് വെച്ച് പാചകം ചെയ്തു. എന്നിട്ട് അവർ വലിയ പാത്രത്തിലാക്കി കുതിരയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. കുതിര പറഞ്ഞു, ഇതിൽ പകുതി മതി നമുക്ക് 2 പേർക്കും കൂടി. ബാക്കി പകുതി നീ എടുത്ത് നമ്മുടെ അയൽപ്പക്കക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇപ്പം തന്നെ കൊണ്ടുപോയി കൊടുക്കണം. നീ അവരുടെ വീടിനകത്തോട്ട് കയറുമൊന്നും വേണ്ട, പുറത്ത് നിന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ കാത്തു നിൽക്കണം. അവർ തിരിച്ചു തരുന്ന ഒഴിഞ്ഞ പാത്രം കൊണ്ട് വേണം നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. മൂത്ത മകൾ സമ്മതിച്ച് തല കുലുക്കി. എന്നിട്ട് പാകം ചെയ്ത ഇറച്ചിയിൽ പകുതി എടുത്ത് മറ്റൊരു പാത്രത്തിലാക്കി അതും കൊണ്ട് കൂടാരത്തിന് പുറത്തിറങ്ങി. നല്ല ഇരുട്ടായിരുന്നു. ശക്തമായ കാറ്റ് ഓരിയിട്ടുകൊണ്ടിരുന്നു. കഠിനമായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരുന്നു. ഈ ഇരുട്ടത്ത്, ഈ കൊടുങ്കാറ്റിൽ എങ്ങനെ അടുത്ത കൂടാരം കണ്ടുപിടിക്കാൻ കഴിയും? മൂത്ത മകൾ ആലോചിച്ചു. അവൾ കുറച്ചു ദൂരം നടന്ന ശേഷം അവിടെ നിന്നു. എന്നിട്ട് ആ മാംസമെടുത്ത് മഞ്ഞിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കാലിക്കിണ്ണവുമായിട്ട് കുതിരയുടെ അടുക്കലേക്ക് മടങ്ങി. കുതിര അവളെ നോക്കിയിട്ട് ചോദിച്ചു, അയൽക്കാർക്ക് മാംസം കൊടുത്തോ? കൊടുത്തു, അവൾ പറഞ്ഞു. പാത്രം കാണട്ടെ, അവർ മാംസത്തിന് പകരമായി നിനക്ക് എന്താ തന്നതെന്ന് നോക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. അവൾ അദ്ദേഹത്തെ കാലിക്കിണ്ണം കാണിച്ചു കൊടുത്തു. കൊതുറ ഒന്നും മിണ്ടിയില്ല. തൻ്റെ പങ്ക് മാംസം കഴിച്ചിട്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹം കുറേ മാൻതോല് കൂടാരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് വൃദ്ധൻ്റെ മൂത്ത മകളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നായാട്ടിന് പോകാൻ പോവുകയാണ്. ഞാൻ പോയിട്ട് വരുമ്പോഴേക്ക് നീ ഈ തോൽ നന്നാക്കി എടുത്തിട്ട് ഇതുകൊണ്ട് എനിക്ക് പുതിയൊരു കോട്ടും ഒരു പുതിയ ചെരുപ്പും പുതിയ കയ്യുറകളും ഉണ്ടാക്കി വെച്ചിരിക്കണം. തിരിച്ചു വരുമ്പോൾ ഞാൻ അവ ഇട്ട് നോക്കും. നിനക്ക് നല്ല കൈവിരുതുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ഇത്രയും പറഞ്ഞിട്ട് കൊതുറ നായാട്ടിനായിട്ട് പോയി. മൂത്ത മകൾ ജോലി തുടങ്ങി. പെട്ടെന്ന് വാതിൽക്കൽ തൂക്കിയിട്ടിരുന്ന തോലിൻ്റെ മറ പൊക്കി ഒരു തല നരച്ച വൃദ്ധ കടന്നു വന്നു. അവർ പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിൻ്റെ അയൽക്കാരിയാണ്, എൻ്റെ കണ്ണിലെന്തോ പോയി, ഒന്ന് എടുത്ത് കളയാമോ? മൂത്ത മകൾ പറഞ്ഞു, എനിക്ക് ഒട്ടും സമയമില്ല, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം എനിക്ക് പുതിയ ചെരുപ്പും കോട്ടും കയ്യുറയും ഒക്കെ ഉണ്ടാക്കാനുണ്ട്. ഈ തോലാണെങ്കിൽ ഇതുവരെ വൃത്തിയാക്കിയിട്ട് പോലുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കളയാൻ ഒട്ടും സമയമില്ല. വൃദ്ധ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. അവൾ ഒറ്റയ്ക്കായി. അവൾ ധൃതി പിടിച്ച് തോൽ നന്നാക്കി എടുക്കുകയും കത്തി കൊണ്ട് മുറിക്കുകയും ചെയ്തു. വൈകുന്നേരത്തിനകം എങ്ങനെയെങ്കിലും തൻ്റെ ജോലി തീർക്കണം എന്ന് അവൾ തിടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കാരണം വസ്ത്രം ഭംഗിയായിട്ടുണ്ടാക്കാൻ അവൾ ശ്രമിച്ചില്ല. കഴിയുന്നതും വേഗം പണി തീർക്കാനായിരുന്നു അവളുടെ ശ്രമം. തയ്ക്കാൻ സൂചിയില്ല. ഒരു പകൽ കൊണ്ട് ചെയ്തു തീർക്കുകയും വേണം. അതുകൊണ്ട് അവൾ ഉണ്ടാക്കിയ കോട്ടും ചെരുപ്പും കയ്യുറയും ഒന്നും നന്നായില്ല. വൈകുന്നേരം കൊതുറ നായാട്ട് കഴിഞ്ഞു വന്നു. എൻ്റെ പുതിയ വസ്ത്രങ്ങൾ തയ്യാറായോ? അദ്ദേഹം ചോദിച്ചു. തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ്റെ മൂത്ത മകൾ താൻ തയ്യാറാക്കിയ വസ്ത്രങ്ങൾ കൊതുറയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. കൊതുറ അതെടുത്ത് അവയുടെ മീതെ കൂടെ കൈയോടിച്ചു. തോൽ വല്ലാതെ പരുപരുത്തിരുന്നു. നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെട്ടിയിട്ടില്ലെന്നും അലക്ഷ്യമായിട്ടാണ് തുന്നിയിരിക്കുന്നതെന്നും അത് തനിക്ക് തീരെ പാകമാകുകയില്ല എന്നും കൊതുറ കണ്ടു. അദ്ദേഹം ദേഷ്യപ്പെട്ട് അവളെ കൂടാരത്തിൽ നിന്നും പുറത്തേക്കെറിഞ്ഞു. കൂടാരത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു മഞ്ഞ് കൂനയിലാണ് അവൾ ചെന്ന് വീണത്. അവിടെ കിടന്ന് തണുത്ത് മരവിച്ച് അവൾ മരിച്ചു പോവുകയും ചെയ്തു. അതോടെ കാറ്റ് പൂർവാധികം ശക്തിയായി ഓരിയിട്ടു. കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ശക്തിയായ ഹിമപാതമുണ്ടായി. കൂടാരത്തിലിരുന്ന വൃദ്ധനും തൻ്റെ 2 പെൺമക്കളും തണുത്തു വിറച്ചു. അയൽപ്പക്കക്കാരൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ട വൃദ്ധൻ തൻ്റെ മക്കളോട് പറഞ്ഞു, മൂത്ത മകൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞതുപോലെയൊന്നും അവൾ ചെയ്തു കാണില്ല. അതുകൊണ്ടാണ് കാറ്റ് വീണ്ടും ശക്തമായത്. കുതിര കൂടുതൽ കോപിച്ചിരിക്കുകയാണ്. 2ാമത്തെ മകളെ, നീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകണം. വൃദ്ധൻ ഒരു ചെറിയ തെന്നുവണ്ടി ഉണ്ടാക്കി മൂത്ത മകളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ 2ാമത്തെ മകളോടും പറഞ്ഞുകൊണ്ട് അവളെ കുതിരയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് കൊടുങ്കാറ്റ് നിലയ്ക്കുന്നതും കാത്ത് ഇളയ മകളുമായിട്ട് കൂടാരത്തിലിരുന്നു. 2ാമത്തെ മകൾ തെന്നുവണ്ടി കാറ്റിനെതിരെ നിർത്തിയിട്ട് മുന്നോട്ട് തള്ളി അതിൻ്റെ പിന്നാലെ പോയി.
നടന്നു പോകുന്നതിനിടയിൽ അവളുടെ കോട്ടിൻ്റെ ചരടഴിയുകയും ചെരുപ്പിൽ മഞ്ഞ് കയറുകയും ചെയ്തു. അവൾ തണുത്തു വിറച്ചു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവൾ മലയിലെത്തുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയുകയും കോട്ടിൻ്റെ ചരട് കെട്ടുകയും ചെയ്തു. മലയുടെ ചുവട്ടിലെത്തി പതുക്കെ പതുക്കെ അവൾ അതിന് മുകളിൽ കയറി. കൊച്ചുകിളിയെ കണ്ടപ്പോൾ ക്ഷീണം കാരണം അവൾ അതിനെ ആട്ടി ഓടിച്ചു. പിന്നീട് തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരുവിലൂടെ ഇറങ്ങി കുതിരയുടെ കൂടാരത്തിൻ്റെ മുൻപിലെത്തി. അവൾ അകത്ത് കയറി തീ കായുകയും വയറ് നിറയെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ കുതിര വന്നു. രണ്ടാമത്തെ മകളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിന് നീ വന്നു? അച്ഛൻ ഇങ്ങോട്ട് അയച്ചതാണ്, അവൾ പറഞ്ഞു. എന്തിനാണ് അയച്ചത്? അങ്ങ് എന്നെ ഭാര്യയായി സ്വീകരിച്ച് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണം, കാറ്റിനെ നിർത്തണം. എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന എന്തിനാ? എനിക്ക് വിശക്കുന്നു, വേഗം കുറച്ച് മാംസം പാകം ചെയ്തതാ എന്ന് കുതിര പറഞ്ഞു. മാംസം തയ്യാറായപ്പോൾ അത് പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് രണ്ടായി പകുത്ത് കുതിര അവളോട് പറഞ്ഞു, പകുതി നമുക്ക് 2 പേർക്കും കൂടി തിന്നാം, മറ്റേ പകുതി ആ കാണുന്ന പാത്രത്തിലിട്ട് അടുത്തുള്ള കൂടാരത്തിൽ കൊണ്ടുപോയി അയൽപ്പക്കക്കാർക്ക് കൊടുക്കണം. അതിനകത്ത് കയറണ്ട, അടുത്ത് നിന്നാൽ മതി. അവർ കിണ്ണം തിരിച്ചു തരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരണം. രണ്ടാമത്തെ മകൾ മാംസം എടുത്ത് പുറത്തിറങ്ങി. കാറ്റ് ഊരിയിട്ടുകൊണ്ടിരുന്നു. മഞ്ഞ് ചുഴറ്റി അടിച്ചുകൊണ്ടിരുന്നു. ഒന്നും കാണാൻ വയ്യ, കുറ്റിയിരുട്ട്. കൂടുതൽ മുൻപോട്ട് പോകാൻ ഇഷ്ടപ്പെടാതെ അവൾ ആ മാംസം മഞ്ഞിൻ്റെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. പിന്നീട് ഒഴിഞ്ഞ പാത്രവുമായിട്ട് കുതിരയുടെ അടുത്തേക്ക് പോയി. അവർക്ക് മാംസം കൊടുത്തോ? കുതിര ചോദിച്ചു. കൊടുത്തു, രണ്ടാമത്തെ മകൾ പറഞ്ഞു. നീ പോയിട്ട് വേഗം വന്നല്ലോ, പാത്രം കാണട്ടെ, മാംസത്തിന് പകരം അവർ നിനക്ക് എന്താ തന്നത്? അവൾ പാത്രം കാണിച്ചു. അതിലൊന്നും ഉണ്ടായിരുന്നില്ല. കുതിര ഒന്നും മിണ്ടാതെ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഊറക്കിടാത്ത കുറേ മാൻതോൽ കൊണ്ടുവന്ന് അവളുടെ ചേച്ചിയോട് പറഞ്ഞതുപോലെ രണ്ടാമത്തെ മകളോടും വൈകുന്നേരത്തിനോടകം കുറച്ച് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. അതും പറഞ്ഞ് കുതിര നായാട്ടിന് പോയി. രണ്ടാമത്തെ മകൾ ജോലി തുടങ്ങി. അവൾക്കും വലിയ ധൃതിയായിരുന്നു. കാരണം വൈകുന്നേരത്തിനകം എങ്ങനെയെങ്കിലും പണിയെല്ലാം തീർക്കണം. അപ്പോൾ തല നരച്ച ആ വൃദ്ധ കൂടാരത്തിനകത്തേക്ക് വന്നു. കുഞ്ഞെ, എൻ്റെ കണ്ണിലൊരു കരട് പോയി, അവർ പറഞ്ഞു. അതൊന്ന് എടുത്ത് കളയാമോ? എനിക്ക് പറ്റുന്നില്ല. എനിക്ക് നിങ്ങളുടെ കരടിന് വേണ്ടി സമയം കളയാനില്ല, രണ്ടാമത്തെ മകൾ പറഞ്ഞു. ഇവിടുന്ന് പോയേ ഞാൻ വേഗം എൻ്റെ ജോലി തീർക്കട്ടെ. വൃദ്ധ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. രാത്രി ആയതോടെ കുതിര നായാട്ട് കഴിഞ്ഞു വന്നു. എൻ്റെ പുതിയ വസ്ത്രങ്ങൾ തയ്യാറായോ എന്ന് അദ്ദേഹം ചോദിച്ചു. രണ്ടാമത്തെ മകൾ സന്തോഷത്തോടെ താൻ തയ്ച്ചു വച്ച വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അവ മോശമായി വെട്ടിയിട്ടിരിക്കുകയായിരുന്നു. വളരെ ചെറുതായിരുന്നു. വാക്കുകൾ ഏങ്കോണിച്ചിരുന്നു. കുതിര ഭയങ്കരമായിട്ട് കോപിച്ചു. അദ്ദേഹം രണ്ടാമത്തെ മകളെ അവളുടെ ചേച്ചി എറിഞ്ഞ അതേ സ്ഥലത്തേക്ക് എറിഞ്ഞു. അവളും മരവിച്ച് മരിച്ചുപോയി. വൃദ്ധനാണെങ്കിൽ തൻ്റെ രണ്ടാമത്തെ മകൾ പോയതു മുതൽ കാറ്റ് ശമിക്കും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കാറ്റ് പൂർവാധികം ശക്തി അടിക്കാൻ തുടങ്ങി. മഞ്ഞ് വീണ് അവരുടെ കൂടാരം ഇപ്പോൾ നിലം പൊത്തും എന്നവർ പേടിച്ചു. മറ്റു മാർഗമൊന്നുമില്ലാതെ അദ്ദേഹം തൻ്റെ ഇളയ മകളോട് പറഞ്ഞു, നിൻ്റെ ചേച്ചിമാർ 2 പേരും പോയത് നടന്നിട്ടില്ല. അവർ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ടില്ല. അവർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. കുതിര വളരെയധികം കോപിച്ചിരിക്കുന്നു. എനിക്കിനി മകളായിട്ട് നീ മാത്രമേ ഉള്ളൂ. എന്നാലും നിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചേ തീരൂ. അദ്ദേഹം നിന്നെ സ്വീകരിച്ചില്ല എങ്കിൽ നമ്മുടെ ആളുകൾ മുഴുവൻ പട്ടിണി കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് നീ നിനക്ക് വേണ്ടിയല്ല, നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത് എന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന അനുസരിച്ച് കുതിരയുടെ അടുത്തേക്ക് പോകണം. അവൾ പോകേണ്ടത് എങ്ങോട്ടാണെന്നും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നും അദ്ദേഹം തൻ്റെ മൂത്ത മക്കൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. അവൾ കൂടാരത്തിന് പുറത്തിറങ്ങി തെന്നുവണ്ടി കാറ്റിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ളു കൊടുത്ത് മുന്നോട്ട് നീങ്ങി. കാറ്റ് വളരെ ഉച്ചത്തിൽ ഊരിയിടുകയും അലമുറയിടുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് ഇളയ മകളെ അടിച്ചു പറത്തുമെന്ന് തോന്നി. മഞ്ഞടിച്ച് അവൾക്ക് കണ്ണ് കാണാതായി. എങ്കിലും വളരെ ആയാസപ്പെട്ട് കൊടുങ്കാറ്റിലൂടെ പതുക്കെ പതുക്കെ അവൾ മുന്നോട്ട് നീങ്ങി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ മറന്നില്ല. കാറ്റടിച്ച് അവളുടെ കോട്ടിൻ്റെ ചരടഴിഞ്ഞു. അവളുടെ ദേഹത്തേക്ക് മഞ്ഞ് വളരെ ശക്തിയായിട്ട് അടിച്ചു കയറി. പക്ഷേ അവൾ കോട്ട് കെട്ടാൻ നിന്നില്ല. അവളുടെ ചെരുപ്പിനകത്തേക്ക് മഞ്ഞ് കയറി. പക്ഷേ അവളത് കുടഞ്ഞു കളയാൻ നിന്നില്ല. തണുപ്പ് കലശലായിരുന്നു. കാറ്റ് ശക്തിയോടെ അടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരിടത്തും നിൽക്കാതെ അവൾ മുന്നോട്ട് പോയി. മലയുടെ ചുവട്ടിലെത്തി പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറി. മലയുടെ മുകളിലെത്തിയതിന് ശേഷമേ അവൾ ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയാനും കോട്ടിൻ്റെ ചരട് കെട്ടാനും നിന്നുള്ളൂ. ആ സമയത്ത് ഒരു കൊച്ചു കിളി പറന്നു വന്ന് അവളുടെ തോളിലിരുന്നു. അവൾ ആ കിളിയെ ആട്ടി ഓടിച്ചില്ല. അവൾ അതിനെ വാത്സല്യത്തോടെ തടവുകയും തലോടുകയും ചെയ്തു. കിളി പറന്നുപോയി കഴിഞ്ഞപ്പോൾ അവളൊരു തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരുവിലൂടെ താഴോട്ടിറങ്ങി കുതിരയുടെ കൂടാരത്തിന് മുൻപിലെത്തി. എന്നിട്ട് അതിനകത്ത് കടന്ന് അവിടെ കാത്തിരുന്നു. അവൾ അവിടുത്തെ മാംസം കഴിക്കുകയോ
തീ കായുകയോ ചെയ്തില്ല. പെട്ടെന്ന് വാതിക്കലെ മറ പൊക്കി യുവഭീമനായ കുതിര പ്രവേശിച്ചു. ഇളയ മകളെ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നീ എന്തിനു വന്നു? ഞാൻ അച്ഛൻ അയച്ചിട്ട് വന്നതാണ്, അവൾ പറഞ്ഞു. എന്തിനാണ് അയച്ചത്? കൊടുങ്കാറ്റ് നിർത്താൻ അങ്ങയോട് അപേക്ഷിക്കാൻ അച്ഛൻ പറഞ്ഞു. അത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെല്ലാവരും മരിച്ചു പോകും. അപ്പോൾ കുതിര ചോദിച്ചു, ഓ അതിനാണോ നീ വന്നത്? അങ്ങനെയാണെങ്കിൽ നീ കത്തിച്ച് കുറച്ച് മാംസം പാകം ചെയ്യാത്ത എന്താ? എനിക്ക് വിശക്കുന്നു. നിനക്കും വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ, നീ ഇവിടെ വന്നിട്ട് ഒന്നും തിന്നിട്ടില്ലല്ലോ. ഇളയ മകൾ വേഗം മാംസം പാകം ചെയ്ത് പാത്രത്തിൽ നിന്നെടുത്ത് കുതിരയ്ക്ക് കൊടുത്തു. കുതിര കുറച്ച് മാംസം എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്ത് അടുത്തുള്ള കൂടാരത്തിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അവൾ ഒരു കിണ്ണത്തിൽ മാംസവുമായിട്ട് പുറത്തിറങ്ങി. കാറ്റ് ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ടിരുന്നു. മഞ്ഞ് ചുഴറ്റി അടിച്ചു. വല്ലാത്ത ഇരുട്ട്. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലുമില്ല. അയൽക്കാരുടെ കൂടാരം എങ്ങനെ കണ്ടുപിടിക്കും? അവൾ കുറച്ചു നേരം ആലോചിച്ച് നിന്ന ശേഷം എങ്ങോട്ടെന്നില്ലാതെ കൊടുങ്കാറ്റിലൂടെ നടന്നു. പെട്ടെന്ന് മലമുകളിൽ അവളുടെ അടുക്കൽ പറന്നെത്തിയ അതേ കിളി അവളുടെ അടുത്തേക്ക് പറന്നു വന്നു. അത് അവളുടെ മുഖത്തിനടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ കിളിയുടെ പിന്നാലെ പോകാൻ അവൾ തീരുമാനിച്ചു. അത് പറന്നു പോയ വഴി അവൾ മെല്ലെ മെല്ലെ നടന്നു. പലപ്പോഴും അതിൻ്റെ ചിറകടി ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. നടന്ന് നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ അല്പം ദൂരെ ഒരു വശത്ത് തീപ്പൊരി പോലെ എന്തോ ഒന്ന് മിന്നുന്നത് കണ്ടു. അവിടെ ഒരു കൂടാരം കാണണം എന്ന് നിശ്ചയിച്ച് അവൾ അങ്ങോട്ട് നടന്നു. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കൂടാരം എന്ന് താൻ ധരിച്ചത് വലിയൊരു മൺകൂനയാണ് എന്നവൾക്ക് മനസ്സിലായി. അതിനുള്ളിൽ നിന്നും പുക ചുരുളായിട്ട് മേലോട്ട് ഉയർന്നുകൊണ്ടിരുന്നു. അവൾ ആ കൂനയ്ക്ക് ചുറ്റും നടന്ന് കാൽ കൊണ്ട് തട്ടി നോക്കി. അപ്പോൾ മുന്നിലൊരു വാതിൽ തുറന്നു വന്നു. തല നരച്ച ഒരു വൃദ്ധ വാതിൽ നിന്ന് തല വെളിയിലോട്ടിട്ട് ചോദിച്ചു, നീ ആരാണ്? എന്തിനു വന്നു? അവൾ പറഞ്ഞു, അമ്മുമ്മേ, ഞാൻ കുറച്ച് മാംസം കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാൻ വന്നതാണ്. ഇത് അമ്മുമ്മയ്ക്ക് തരാൻ കൊതുറ പറഞ്ഞു. ഓ, കൊതുറ പറഞ്ഞതാണോ? ശരി, ഇങ്ങോട്ട് താ, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധ ആ മാംസവും കൊണ്ട് അകത്തേക്ക് പോയി. ഇളയ മകൾ കൂനയ്ക്ക് പുറത്ത് കാത്തുനിന്നു. കുറേ നേരം കാത്തുനിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിൽ തുറന്ന് വൃദ്ധ തല വെളിയിലേക്കിട്ട് പാത്രം അവളെ ഏൽപ്പിച്ചു. അതിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ കിണ്ണവും എടുത്ത് കുതിരയുടെ അടുത്തേക്ക് മടങ്ങി. ഇത്ര അധികം സമയം എന്തിനാ എടുത്തത്? കുതിര ചോദിച്ചു. കൂടാരം കണ്ടുപിടിച്ചോ? ഉവ്വ്. അവർക്ക് മാംസം കൊടുത്തോ? ഓ, കൊടുത്തു. ആ കിണ്ണം ഇങ്ങിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കുതിര നോക്കിയപ്പോൾ കിണ്ണത്തിനുള്ളിൽ ഉരുക്ക് കൊണ്ടുള്ള ഏതാനും കത്തികളും സൂചികളും ചിരണ്ടാനും നന്നാക്കി എടുക്കാനുമുള്ള മറ്റുപകരണങ്ങളും കിടക്കുന്നത് കണ്ടു. കൊതുറ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് നല്ല പല സാധനങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ, നാളെ ഇവ നിനക്ക് പ്രയോജനപ്പെടും. പിറ്റേന്ന് രാവിലെ കുതിര എഴുന്നേറ്റ് ഉറയിടാത്ത കുറേ മാൻതോൽ കൊണ്ടുവന്നു. വൈകുന്നേരം തനിക്ക് വേണ്ടി പുതിയ കോട്ടും ചെരുപ്പും കയ്യുറകളും ഉണ്ടാക്കാൻ അവളോട് പറഞ്ഞു. നീ അവ നന്നായി ഉണ്ടാക്കിയാൽ ഞാൻ നിന്നെ ഭാര്യയായി സ്വീകരിക്കാം. നീ പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യാം. കൊതുറ പോയി. ഇളയ മകൾ പണി തുടങ്ങി. വൃദ്ധ സമ്മാനിച്ച സാധനങ്ങൾ അവൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. അതുകൊണ്ട് അവൾക്ക് തോല് വളരെ വേഗം വൃത്തിയാക്കാൻ പറ്റി. വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം കൊണ്ട് എത്രത്തോളം ജോലി ചെയ്യാൻ പറ്റും? അവൾ അതേപ്പറ്റി ആലോചിച്ച് സമയം കളയാതെ വേഗം വേഗം ജോലി ചെയ്യാൻ തുടങ്ങി. അവൾ ആ തോൽ നന്നാക്കി എടുക്കുകയും ചുരണ്ടി വൃത്തിയാക്കുകയും വെട്ടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ വാതുക്കലുള്ള മറ പൊക്കി തല നരച്ച ഒരു വൃദ്ധ കടന്നു വന്നു. ഇളയ മകൾക്ക് ആളെ മനസ്സിലായി. തലേന്ന് താൻ മാംസം കൊണ്ടു കൊടുത്ത വൃദ്ധയായിരുന്നു അത്. കുഞ്ഞ്, എന്നെ ഒന്ന് സഹായിക്കൂ, വൃദ്ധ പറഞ്ഞു. എൻ്റെ കണ്ണിൽ എന്തോ ഒരു കരട് പോയി, ഒന്നെടുത്തു തരാമോ? ഇളയ മകൾ ഒരു മടിയുമില്ലാതെ തൻ്റെ ജോലി മാറ്റി വെച്ചെഴുന്നേറ്റു. വൃദ്ധയുടെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയുകയും ചെയ്തു. വൃദ്ധ പറഞ്ഞു, നന്നായി, എൻ്റെ കണ്ണിപ്പോൾ വേദനിക്കുന്നില്ല. നീ ഇനി എൻ്റെ വലത് ചെവിയിലൊന്ന് നോക്കിക്കേ. ഇളയ മകൾ വൃദ്ധയുടെ വലത് ചെവിയിൽ നോക്കി. അവൾ ഞെട്ടിപ്പോയി. എന്താ കണ്ടത്? വൃദ്ധ ചോദിച്ചു. ചെവിയിലൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. നീ അവളെ വിളിക്കാത്തത് എന്താ? കുതിരയ്ക്ക് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ അവൾ നിന്നെ സഹായിക്കും. ഇളയ മകൾക്ക് വലിയ സന്തോഷമായി. അവൾ ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിളിച്ചു. പക്ഷേ വന്നത് ഒന്നിന് പകരം 4 പെൺകുട്ടികളാണ്. 4 പേരും കൂടി ചേർന്ന് ജോലി തുടങ്ങി. അവർ തോൽ നന്നാക്കി എടുക്കുകയും ചുരണ്ട് വൃത്തിയാക്കുകയും വെട്ടി തയ്ക്കുകയും ചെയ്തു. താമസിക്കാതെ വസ്ത്രങ്ങൾ തയ്യാറായി. വൃദ്ധ 4 പെൺകുട്ടികളെ വീണ്ടും ചെവിക്കുള്ളിലാക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വൈകുന്നേരം കൊതൂറ നായാട്ട് കഴിഞ്ഞ് മടങ്ങിയെത്തി. ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തോ? അദ്ദേഹം ചോദിച്ചു. ചെയ്തല്ലോ, ഇളയ മകൾ പറഞ്ഞു. എന്നാൽ കൊണ്ടുവരൂ, എൻ്റെ പുതിയ വസ്ത്രങ്ങൾ ഞാൻ കാണട്ടെ, ഇട്ടു നോക്കട്ടെ. ഇളയ മകൾ താൻ തയ്ച്ച വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. കൊതൂറ അതെടുത്ത് അവയുടെ മീതെ കൂടി കൈ ഓടിച്ചു. അവ വളരെ മൃദുവായിരുന്നു. തൊടാൻ നല്ല സുഖമുണ്ടായിരുന്നു. അദ്ദേഹം വസ്ത്രങ്ങൾ ധരിച്ചു നോക്കി. അവ ചെറുതായിരുന്നില്ല,
വലുതുമായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല പാകമായിരുന്നു, ഈട് നിൽക്കുന്നതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു. കുതിര പറഞ്ഞു, കുട്ടി, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്കും 4 സഹോദരിമാർക്കും നിന്നെ ഇഷ്ടപ്പെട്ടു. നീ അധ്വാനശീലയാണ്, ധൈര്യവതിയാണ്. നിൻ്റെ ആൾക്കാർ നശിക്കരുതെന്ന് കരുതി നീ ഈ ഭയങ്കരമായ കൊടുങ്കാറ്റിനെ നേരിട്ടു. നീ എൻ്റെ ഭാര്യയായിരിക്കൂ, എൻ്റെ കൂടാരത്തിൽ താമസിക്കൂ. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഉടൻ തന്നെ കൊടുങ്കാറ്റ് നിലച്ചു. തണുത്ത് വിറച്ച് വിശന്ന് തളർന്നിരുന്ന ആൾക്കാർ കൂടാരത്തിന് പുറത്തിറങ്ങി. സൂര്യൻ ഉദിക്കുകയും പ്രകാശം പരക്കുകയും മരങ്ങളിൽ പൂക്കളും കായ്കളും ഉണ്ടായി വരികയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.